ഓരോ തവണ കോഴിക്കോട് വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, കോഴിക്കോട്ടെ പ്രസ് ക്ലബിന് യുവത്വം കൂടുകയാണ്. ഈ ദീപക്കിനെ പോലെ ഏതായാലും വയസ്സം വരൊഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ചെറുപ്പക്കാരാണ്. എനിക്കെന്തോ പറയാം അവനെപ്പറ്റി, അതുകൊണ്ട് ആ പേരെടുത്ത് പറഞ്ഞത്. സന്തോഷമുള്ള കാര്യമാണത്. നമ്മുടെ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ലോകവ്യാപകമായി ആക്രമിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയിലും നാനാതരം ശക്തികൾ ചേർന്നുകൊണ്ട് മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാത്തരം മൂല്യങ്ങളെയും കുഴിച്ചു മൂടാനായി കരുക്കൾ നീക്കുന്ന കാലത്ത് കോഴിക്കോട്ടെ പ്രമുഖനായ മാധ്യമ പത്രാധിപർ MD ആണല്ലേ ശ്രേയംസ് കുമാർ, അദ്ദേഹം പ്രസ് കൗൺസിൽ അംഗമായിരിക്കുകയാണ്. പ്രസ് കൗൺസിലിലെ ശ്രേയംസ് കുമാറിൻ്റെ അംഗത്വത്തെ ഞാൻ കാണുന്നത് മാധ്യമങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ഫ്രീഡം ഓഫ് പ്രസ്സിന് വേണ്ടി ശബ്ദമുയർത്താൻ ചരിത്രപരമായും ആശയപരമായും പ്രതിജ്ഞാബദ്ധതയുള്ള ഒരംഗം അവിടെ ഉണ്ടായി എന്നാണ് ഞാനതിനെ കാണുന്നത്. ഓടിച്ചു വായിച്ചപ്പോൾ ബാക്കിയുള്ള എല്ലാ ആളുകളും കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ പ്രതിനിധികളാണ്. മാതൃഭൂമിക്ക് ഒരു വലിയ പത്രത്തിൻ്റെ സ്ഥാനമുണ്ടെങ്കിലും അതിനൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദം ഉയർത്തിയ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ഞാനീ പ്രതീക്ഷ ഇവിടെ വെച്ച് ഓപ്പണായി പങ്കുവയ്ക്കുന്നത്. വിഷയം രാഷ്ട്രീയം തന്നെയാണ് പറയണത്, എനിക്കറിയാം. ഇന്നലെ ഞാൻ കോട്ടയത്തുണ്ടായിരുന്നു. കോട്ടയത്ത് പ്രധാനമായിട്ടും ഞങ്ങൾ പറഞ്ഞ കാര്യം ഈ സഞ്ചാർ സാരഥിയെ പറ്റിയായിരുന്നു. സഞ്ചാർ സാരഥി സാരഥിയുമാണ്. അത് ഒരു താല്പര്യത്തിന് വേണ്ടിയുള്ള സാരഥിയുമാണ്, പക്ഷെ അവരിട്ട പേര് സാഥി എന്നാണ്. സഞ്ചാർ സാഥി പേരെന്തായാലും പൗരൻ്റെ സ്വകാര്യതയിലേക്കുള്ള ഭരണകൂടത്തിൻ്റെ ഒളിഞ്ഞു നോക്കലിൻ്റെ ഒരു പുതിയ പടവായിരുന്നു. അത് ഫാസിസത്തിലേക്കുള്ള അടുത്ത സ്റ്റെപ്പായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു. RSS ഫാസിസ്റ്റാണെന്നും അത് നയിക്കുന്ന BJP ഗവൺമെൻറ് ഫാസിസ്റ്റാണെന്നും സംശയലേശമന്യേ പറഞ്ഞ പാർട്ടിയാണ് CPI. ആ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ CPI പറഞ്ഞു, സഞ്ചാർ സാഥി ഫാസിസത്തിലേക്കുള്ള അടുത്ത സ്റ്റെപ്പാണെന്ന്. അതിനെതിരായി ഇന്ത്യ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തുമെന്നും കേന്ദ്ര സർക്കാർ അത് പിൻവലിക്കണമെന്നുമായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കോട്ടയത്ത് 11 മണിക്ക് ഞാൻ പറഞ്ഞത് കൊണ്ട് കേന്ദ്ര സർക്കാർ പിൻവലിച്ചു എന്ന് പറയാനുള്ള ബോധ്യം എനിക്കില്ല. അതുകൊണ്ടല്ല, പക്ഷെ പിൻവലിച്ചു. അത് CPI പറഞ്ഞുകൊണ്ടല്ല. BJP ഗവൺമെൻറ്റിൻ്റെ ഒരു പൊങ്ങച്ചമുണ്ടല്ലോ, ശക്തന്മാരാണ് അവർ, തീരുമാനിച്ചാൽ നടപ്പിലാക്കിയേ തീരൂ, പുറകോട്ട് പോകില്ല, മോദി നിശ്ചയിച്ചാൽ നിശ്ചയം തന്നെ എന്നൊക്കെയുള്ള വർത്തമാനം നമ്മൾ സംഘപരിവാറിൻ്റെ എല്ലാ നാവുകളും മുഴക്കുന്നത് കേൾക്കാറുണ്ട്. ആ BJP ഗവൺമെൻറ്റാണ് പിൻവലിച്ചത്. കർഷക നിയമങ്ങൾ പിൻവലിച്ചതും ഇതേ BJP ഗവൺമെൻറ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ആ കാര്യത്തെപ്പറ്റി പറയുന്നു. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കണ്ടാൽ
BJP ഗവൺമെൻറ് ഫാസിസ്റ്റ് ഗവൺമെൻറ് ആണെങ്കിലും അവർക്കും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കേണ്ടി വരും. ഇതുപോലെ അവർക്ക് പിന്നോട്ട് വയ്ക്കേണ്ട അടുത്ത ഘട്ടം ലേബർ കോഡ് ആകണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും AITCയും ഇടതുപക്ഷവും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത്. അത് വെറുതെ ഉണ്ടാവുകയില്ല. കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാസ്യപ്പണി വർഗപരമായ രാഷ്ട്രീയമായ കടമയായി ഏറ്റെടുത്തിരിക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് BJP സ്വമേധയാ മനസ്സുമാറ്റം വരുത്തി ചെന്നായ പെട്ടെന്ന് ആട്ടിൻകുട്ടിയാകും എന്ന വ്യാമോഹമില്ല. പക്ഷെ തൊഴിലാളി വർഗവും കർഷക വർഗവും ഒന്നിച്ച് ശബ്ദമുയർത്തിയപ്പോൾ എങ്ങനെയാണോ കർഷക നിയമങ്ങൾ പിൻവലിച്ചത്, അതുപോലെ തന്നെ ലേബർ കോഡുകളിലും BJP ഗവൺമെൻറ്റിന് പിന്നോട്ട് പോകേണ്ട അവസ്ഥ വരുമെന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. ഈ ദേശീയ പശ്ചാത്തലമുണ്ട് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ. ഇത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും തിരഞ്ഞെടുപ്പായതുകൊണ്ട് അവിടെ പ്രാദേശിക വിഷയങ്ങൾ മാത്രമേ ചർച്ച വിഷയമാകാവൂ എന്നുള്ളത് പൊതു ചിന്തയുണ്ട്. ഇന്ത്യയുടെ ചില ഭാഗത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ പ്രാദേശിക വിഷയങ്ങളല്ലാതെ ഒരു പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകാറില്ല അവിടെയൊന്നും. പക്ഷേ കേരളം വ്യത്യസ്തമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത വേറെ ഒന്നാണ്. ഈ പ്രബുദ്ധതയുടെ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ഇതും കേരളത്തിലെ തദ്ദേശ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള കാര്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയായിട്ടും LDF കൂട്ടായിട്ടും എല്ലാ ജില്ലകളിലെയും തിരഞ്ഞെടുപ്പ് രംഗം അവലോകനം ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് എല്ലാ ജില്ലകളിലും ഞങ്ങൾ പോകുന്നത് പൊതുയോഗത്തിൽ മയക്ക് വെച്ച് പ്രസംഗിക്കാൻ മാത്രമല്ല, എല്ലാ തലങ്ങളിലും ഞങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ പാർട്ടി കമ്മിറ്റിയും കൂടാറുണ്ട്. രാവിലെ പാർട്ടി കമ്മിറ്റിയും വിലയിരുത്തലും കഴിഞ്ഞാണ് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വട്ടത്തിലേക്ക് പോകുന്നത്. അതൊരു വലിയ അനുഭവമാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് ശീലവുമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, സംശയമില്ലാതെ പറയുകയാണ്, LDF ഇക്കുറി കേരളത്തിൽ 5 കൊല്ലം മുമ്പ് നേടിയതിനേക്കാൾ തിളക്കമുള്ള വിജയം നേടും. ആ വിജയത്തിൻ്റെ മാറ്റ് വലുതായിരിക്കും. എല്ലാവരും ഓർക്കുന്നുണ്ടാകുമല്ലോ 5 കൊല്ലം മുമ്പ് എന്താ ഉണ്ടായതെന്ന്. പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എല്ലാ രംഗത്തും കേരളത്തിൽ LDF ഗംഭീര വിജയം നേടി. താരതമ്യേന അല്പം ഒരു മങ്ങൽ കണ്ടത് മുനിസിപ്പാലിറ്റികളിലായിരുന്നു. അതും വിജയമുണ്ടായി. പക്ഷേ വിജയത്തോതിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായത് അവിടെയാണ്. ഇത്തവണ ഞങ്ങൾ പറയുന്നു, എല്ലാ തലങ്ങളിലും LDF വിജയം സുനിശ്ചിതമാണത്. ആ സുനിശ്ചിതമായ വിജയത്തെപ്പറ്റിയുള്ള അങ്കലാപ്പാണ് UDF-നെ കൊണ്ടും BJP-യെ കൊണ്ടും അവരെപ്പോഴും പയറ്റിയ ആ നെറുകെട്ട രാഷ്ട്രീയം പയറ്റാൻ പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഉറവിടം ഈ കോഴിക്കോട് ജില്ലയായിരുന്നു. വടകരയും ബേപ്പൂരും. പുതിയ സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ അതോർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓർമ്മയിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ വടകര ബേപ്പൂർ മോഡൽ എന്നൊരു പ്രയോഗമുണ്ടായത് എങ്ങനെയാണ്? ആ തിരഞ്ഞെടുപ്പിൽ 80കളുടെ ആദ്യ പകുതിയിലാണ്. 91 ഓക്കെ, ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. 91-ൽ 90കളുടെ
ഒന്നാം വർഷത്തിൽ. ആ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലും ഇവിടെ ബേപ്പൂർ, അത് വടക്ക്, തെക്ക് ബേപ്പൂരിലും അസംബ്ലി മണ്ഡലം, ഈ 2 സ്ഥലങ്ങളിലും കോൺഗ്രസിനും ബി ജെ പിക്കും ഒരേ സ്ഥാനാർത്ഥിയായിരുന്നു. ഒരേ സ്ഥാനാർത്ഥി. ബേപ്പൂരിലെ സ്ഥാനാർത്ഥി ഡോക്ടർ മാധവൻകുട്ടിയായിരുന്നു. ഈ നഗരം ആദരവോടെ കണ്ട പഴയ പ്രിൻസിപ്പാൾ മെഡിക്കൽ കോളേജിലെ. അദ്ദേഹം പുഷ്പം, താമരയല്ല പുഷ്പം അടയാളത്തിൽ മത്സരിച്ചു. ഡോക്ടർ മാധവൻകുട്ടി അറിയപ്പെടുന്ന RSS അനുഭാവിയാണ്, പ്രവർത്തകനുമായിരുന്നു, അറിയപ്പെടുന്ന, അത് മറച്ചു വയ്ക്കാത്ത ആളാണ്. അദ്ദേഹമായിരുന്നു മഹാത്മാഗാന്ധിയുടെ പാർട്ടിയുടെയും സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് RSS പശ്ചാത്തലമാണ്. എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെ കൊന്ന ആ വെടികുണ്ടയുടെ പശ്ചാത്തലമാണത്, RSS പശ്ചാത്തലം. ഗാന്ധിഘാതകൻ്റെ ആശയങ്ങളെ പുൽകുന്ന ഒരാളെ മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് അണകിടുന്ന ഒരു പാർട്ടിയായ കോൺഗ്രസ് പിന്താങ്ങി. അത് ബേപ്പൂരില്ലെങ്കിൽ വടകരയിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് അഡ്വക്കേറ്റ് രത്ന സിംഗ്. അദ്ദേഹത്തെ പിന്നീട് കോൺഗ്രസ് ഗവൺമെൻറ് കേരളത്തിൻ്റെ AG ആക്കി, അഡ്വക്കേറ്റ് ജനറലാക്കി. പ്രഗത്ഭനായ വക്കീൽ അദ്ദേഹമായിരുന്നു വടകരയിലെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും. അതൊരു കഴിഞ്ഞ അധ്യായമല്ല. നിങ്ങൾ പിന്നോക്കുന്നുണ്ടാകും ശ്രീ KG മാരാരെ. KG മാരാർ ഒരു നല്ല സുഹൃത്തായിരുന്നു, പലരുടെയും എൻ്റെ സുഹൃത്തായിരുന്നു. നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പക്ഷെ കറതീർന്ന RSS പ്രചാരകൻ, ആശയപരമായി പിന്തിരിപ്പൻ, വ്യക്തിപരമായി നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഞാൻ ഓർത്തു പോകുന്നു. അതിൽ KG മാരാർ പറഞ്ഞു, 40 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ബി ജെ പി കോൺഗ്രസുമായി വോട്ട് പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു, LDFനെ പരാജയപ്പെടുത്താനായി. അതുപ്രകാരം 40 മണ്ഡലങ്ങളിൽ ഞങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ വോട്ട് കൈമാറി കോൺഗ്രസ് പാർട്ടിക്ക്. അദ്ദേഹം പറഞ്ഞ പരിഭവം എന്തെന്നറിയാമോ? പക്ഷേ കോൺഗ്രസ് ഞങ്ങളുടെ പാലം വലിച്ചു. പകരം തരാമെന്ന് പറഞ്ഞ വോട്ട് ഞങ്ങൾക്ക് കോൺഗ്രസ് തന്നില്ല. ആ കച്ചവടത്തിൽ നഷ്ടം പറ്റി. എന്തായാലും തലക്കെട്ടതായിരുന്നു, പാഴായി പോയ പരീക്ഷണം എന്തായിരുന്നു. ഇതെല്ലാം കണ്ട സംസ്ഥാനമാണ് കേരളം. ഇതിപ്പോഴും കാണുകയാണ്. അതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. അവർക്കും ഉറപ്പാണ് LDFൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന്. അതിന് തടയാൻ വേണ്ടിയാണ് അവർ 2 കൂട്ടരും പഴയ മോഡലൊക്കെ വീണ്ടും ഇവിടെ പയറ്റുന്നത്. അത് നമ്മൾ കാണുകയാണ്. ഞാൻ പലയിടത്തും പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് BJPയുടെ മുൻകൈയിൽ ED എത്തിയത്. കോഴിക്കോടിൻ്റെ എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. കേരളത്തിൻ്റെ അഭിമാനമാണ് അദ്ദേഹം, അഹങ്കാരമാണ്. നമ്മളെല്ലാം ചെറുപ്പകാലത്തെ വായിച്ചൊരു നോവലിൽ MT പറയുന്നൊരു വാചകമുണ്ട്, വരും വരാതിരിക്കില്ല. ഒരു പ്രണയിനി കാത്തിരിക്കുകയാണ് കാമുകന് വേണ്ടി. അവളുടെ മനോഗതമായിരുന്നു അത്, വരും വരാതിരിക്കില്ല. രാഷ്ട്രീയത്തിലെ ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പോൾ ഇലക്ഷൻ വന്നു എന്നാൽ ഇപ്പോൾ EDയും വരും, വരാതിരിക്കില്ല. ഇലക്ഷൻ വന്നാൽ EDയും വരും. അത് തവണയും വന്നത് ഈ BJPയുടെ താല്പര്യപ്രകാരമാണ്. നാനാവഴിക്കും അവർ നോക്കുന്ന കാര്യം അതാണ്. പക്ഷേ കേരളത്തിലെ കാറ്റതല്ല. കേരളത്തിലെ ജനവികാരത്തിൻ്റെ കാറ്റ് LDF വീണ്ടും ജയിക്കണമെന്നാണ്. അതിൻ്റെ കാരണം രാഷ്ട്രീയം കൂടിയാണ്. വേറൊന്ന് ജനഹിതമാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിനോട് പലരും ചോദിച്ചു, ഈ വിധിയെഴുത്ത് LDF സർക്കാരിൻ്റെ ജനപ്രീതിയെപ്പറ്റിയുള്ള വിധിയെഴുത്തായിരിക്കുമോ എന്ന്. ആ ചോദ്യമുണ്ടായ എല്ലായിടത്തും ഞാൻ പറഞ്ഞ മറുപടി ഇവിടെ ഞാൻ ആവർത്തിക്കുന്നു. ആ ചോദ്യത്തെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭയപ്പെടുന്നില്ല.
ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സർക്കാരിൻ്റെ വിധിയെഴുത്താണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആയാലും ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ജനങ്ങൾക്ക് സർക്കാരിൻ്റെ വിശ്വാസമാണ്. ഈ സർക്കാർ വീണ്ടും വരാൻ അവർ കാത്തിരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഞങ്ങൾ പറയട്ടെ, LDFൻ്റെ മൂന്നാം ഊഴത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഈ വിജയം ഏതാനും മാസം കഴിഞ്ഞ് വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലെ LDF വിജയത്തിൻ്റെ നാന്ദിയാണ്. ആ അന്തരീക്ഷമുണ്ട്. ഈ സർക്കാർ 9.5 കൊല്ലക്കാലം കൊണ്ട് ചെയ്ത എല്ലാ കാര്യവും ഞാൻ എന്നെ പറയുന്നില്ല, എന്നെ പറയേണ്ടതില്ല. ജനങ്ങളുടെ മുമ്പിൽ അതെല്ലാം തുറന്ന പുസ്തകം പോലെയുണ്ട്. ഒരു കാര്യം പക്ഷേ പറയേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം പല കാര്യങ്ങളിലും ഒന്നാം സ്ഥാനമുള്ള കേരളം പറഞ്ഞു. ഈ സംസ്ഥാനത്ത് നവംബർ മാസം 1 മുതൽ അതിദരിദ്രർ ഇല്ല. അതിന് ചെറിയ അർത്ഥമല്ല ഉള്ളൂ, വലിയ അർത്ഥമാണ്. ദാരിദ്ര്യം മനുഷ്യാന്തസ്സിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. ഒരു വ്യക്തിയുടെ ആണായാലും പെണ്ണായാലും എല്ലാ അന്തസ്സും ചോർന്നു പോകും ദരിദ്രാവസ്ഥയിൽ. അതേപ്പറ്റി ബോധ്യമുള്ള പക്ഷമാണ് ഇടതുപക്ഷം. അതുകൊണ്ട് ഈ ഗവൺമെൻറ് തീരുമാനിച്ചു, ഇവിടെ അതിദരിദ്രം വേണ്ട, അത് യാഥാർത്ഥ്യമാക്കി മാറ്റി. ഉടനെ ചോദ്യമുയർന്നു, അപ്പം അത് ഒഴിവാക്കിയാലും ദരിദ്രമാകാമല്ലേ എന്ന്. അതിൻ്റെ മറുപടി LDFൻ്റെ പ്രകടന പത്രിക പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം അതാണ്. കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണമുണ്ടാകും, എല്ലാവർക്കും പാർപ്പിടമുണ്ടാകും, എല്ലാ മക്കൾക്കും വിദ്യാഭ്യാസം കിട്ടും, എല്ലാവർക്കും അസുഖം വന്നാൽ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സംവിധാനമുണ്ടാകും. ആ മിനിമം കാര്യങ്ങൾക്ക് ഉറപ്പുണ്ട് LDFൽ. 57 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുതൽ 67 ഗവൺമെൻറ് രണ്ടിൻ്റെയും നേതാവ് സഖാവ് EMS ആയിരുന്നു. 70 71 അച്യുതമേനോൻ ഗവൺമെൻറ്റുകൾ, പിന്നെ സഖാവ് നായനാർ ഗവൺമെൻറ്, സഖാവ് VS ഗവൺമെൻറ്, ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റുകളെല്ലാം തുടർന്ന ജനപക്ഷ ഇടതുപക്ഷ നയങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇന്ത്യക്ക് മുമ്പിൽ കേരളം നിൽക്കുന്ന ഈ നിൽപ്പുണ്ടായത്. നീതി ആയോഗിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സസും വായിച്ചാൽ നമ്പർ 1 എല്ലാം കേരളമാണ്. ദേശീയ സമ്പത്ത് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട വിഹിതം തരാത്ത കാര്യം കേരളം പറയുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി ഇതാ പ്രസംഗിച്ചത്, എല്ലാത്തിലും 1ാം സ്ഥാനത്തല്ലേ കേരളം, നിങ്ങൾ താഴത്തേക്ക് വാ, 4-മതോ 5-മതോ 10-മതോ ആക്, അപ്പോൾ തരാമെന്ന്. അതാണ് BJP. അപ്പോൾ ചോദ്യം ഇതാണ്, ദേശീയ സമ്പത്ത് ആരുടെയെങ്കിലും തറവാട്ട് വകയാണോ? ആണോ? അല്ല. ദേശീയ സമ്പത്ത് നാടിൻ്റെ സമ്പത്താണ്. ആ സമ്പത്ത് പങ്കുവയ്ക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കെല്ലാം അർഹതപ്പെട്ട വിഹിതം കിട്ടിയേ തീരൂ. അത് കേരളത്തിനും കിട്ടണം. ഇതിനുവേണ്ടിയാണ് കേരളത്തിൻ്റെ പോരാട്ടം. ആ പോരാട്ടം വിജയിക്കുകയാണ്. തുടരും LDF. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം പറയാനുണ്ട് LDFന്. ആ രാഷ്ട്രീയത്തിൻ്റെ നേട്ടം ചെറുതല്ല. അതിന് പുറമെ തന്നെ ഒന്നുകൂടെ പറയേണ്ടതുണ്ട്, LDFിനകത്തുള്ള ഐക്യം. നിങ്ങളെല്ലാവരും കഥ പറഞ്ഞവരാണ്. CPIയും CPMും 2 വഴിക്കാണെന്ന് പറഞ്ഞവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറയട്ടെ, ഇത്തവണ സുനിശ്ചിതമായ LDF വിജയത്തിൻ്റെ ഒരു ഘടകം LDFിലെ സമ്പൂർണ്ണമായ ഐക്യമാണ്. ഈ ഐക്യത്തിൻ്റെ വികാരം എല്ലായിടത്തുമുണ്ട്. അപൂർവ സ്ഥലങ്ങളിൽ, അത്യപൂർവ സ്ഥലങ്ങളിൽ ചില തർക്കങ്ങൾ ബാക്കിയുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിലും LDFിനകത്ത് പൂർണ്ണ ഐക്യമാണുള്ളത്. ആ ഐക്യത്തിന് കാരണം ഈ രാഷ്ട്രീയ അടിത്തറയാണ്. ശക്തമായ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട ഐക്യം
അതാണ് LDFൻ്റെ വിജയം. മറുഭാഗത്തെ കാഴ്ച എന്താണ്? മറുഭാഗത്ത് UDF നയിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. ആ പാർട്ടിക്കകത്ത് എത്ര പാർട്ടിയുണ്ട്? പാർട്ടിക്കകത്ത് പാർട്ടി ഈ എന്താണ് ആ പേര്, ചെറുപ്പക്കാരൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടം. ആ വിഷയം വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു കോൺഗ്രസ് സുഹൃത്ത്, നല്ല സുഹൃത്താണ് എന്നോട് ഫോണിൽ പറഞ്ഞു, നന്ദിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊന്ന്. എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആദ്യമായിട്ട് ഒരേ അഭിപ്രായം പറയാത്ത 2 പേർ ഒരുപോലെ അഭിപ്രായം പറഞ്ഞു. സതീശനും ചെന്നിത്തലയും ഒരേ അഭിപ്രായം പറഞ്ഞു. ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷെ മാങ്കൂട്ടം വന്നപ്പോഴത്തേക്കും സതീശനും ചെന്നിത്തലയ്ക്കും ഒരേ അഭിപ്രായമായി. അതുകൊണ്ട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. കോൺഗ്രസിൻ്റെ അവസ്ഥയുടെ സ്ഥിതിയാണത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു വാക്കാണ്, ബ്രഹ്മാവിനൊരു പേരുണ്ട്, ബ്രഹ്മാവ്. 4 മുഖമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തെ പറ്റി അതുകൊണ്ട് ചതുർമുഖൻ എന്ന് പറയും. ചതുർമുഖൻ. കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയാം. കോൺഗ്രസ് ഒരു ചതുർമുഖ പാർട്ടിയാണ്. എന്ത് കാര്യം പറയുമ്പോഴും അതിനകത്ത് മിനിമം 4 അഭിപ്രായം ഉണ്ടാകും. ചിലർ പറയുന്നു തെറ്റാണ് കണക്കെന്ന്. 6 അത്രേ. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് KC വേണുഗോപാൽ, K മുരളീധരൻ. ഇപ്പം 4 2 പേരുകൂടെ അവർ പറഞ്ഞു, എനിക്കറിയില്ല. അങ്ങനെ ഞാൻ മറന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഈ വരകൾ പോരാ, 5 പേര് പോരാതെ വരും. ആ സ്ഥിതിയുണ്ട് ഇപ്പം കോൺഗ്രസ് പാർട്ടിക്കകത്ത്. അതിനെയും കേരളം കാണുന്നുള്ളൂ. ഒരു ഭാഗത്ത് സമ്പൂർണ്ണ ഐക്യം, മറുഭാഗത്ത് നയിക്കുന്ന പാർട്ടിയിൽ പോലും ഐക്യമില്ല. ഇതെല്ലാം കാണുന്ന ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷനില്ല, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് LDFൻ്റെ ഓപ്ഷനാണ്. ഞങ്ങൾ ഉറപ്പായ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായ വിജയം. ഞങ്ങൾ തെറ്റായ വഴിക്കൊന്നും പോകില്ല, നേരായ വഴിക്ക് പോകൂ. അതിൻ്റെ ബലത്തിലാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് പരിപൂർണമായ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്.